8.68 ലക്ഷം മിസ്സിംഗ് കേസുകളിൽ വെറും 4.6 ലക്ഷം കേസുകൾ മാത്രമാണ് കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളൂ, ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ തന്നെയും ഈ പറഞ്ഞ മൊത്തം കണക്കിലെ ഏകദേശം 12 വയസ്സിന് താഴെ ആണ് മിക്കവാറും പെൺകുട്ടികളുള്ളത്. കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നവരേക്ക് വഴിയോരങ്ങളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങളടക്കം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ പരമാവധി പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ലഹരി കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള മാഫിയകൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അത് ചില സ്കൂളുകൾ മാർക്കറ്റാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ കുട്ടികളെ കടത്തിക്കൊണ്ടുപോവുകയും അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന വിഷയത്തിൽ സുപ്രീം കോടതി അതിഗുരുതരമായ രീതിയിലുള്ള ഒരു പരാമർശം വന്നിരിക്കുകയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന്. രാജ്യത്ത് ഈ വിഷയങ്ങൾ അഥവാ കുട്ടികളെ കടത്തിക്കൊണ്ടുപോവുക, അതുപോലെ തന്നെ അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണ് എന്നതടക്കമുള്ള പരാമർശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് നിർബന്ധിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അടുത്ത ഒരു വിഷയം നമ്മൾ ഇത് ചർച്ചക്കെടുക്കുമ്പോൾ ഈ രാജ്യത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള പരിഷ്കരണങ്ങളും പുരോഗതിയുമൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഒരു ഭാഗത്ത് ലോകത്തിൻ്റെ മുൻപിൽ തന്നെ വികൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നാം കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോട് നമ്മൾ പ്രതികരിക്കുന്നത്? ഇതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഇന്നും നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ കുറച്ച് ആളുകളുമായി സംസാരിച്ചു. ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും വലിയൊരു നമ്പർ ഔദ്യോഗിക കണക്ക് പ്രകാരം 2 lakhs എന്നൊക്കെ പറയുന്ന കണക്കുകളുണ്ടെങ്കിലും 8.7+ എന്നാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 8.68 ലക്ഷം കുട്ടികൾ മിസ്സിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരിക്കലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു നമ്പറാണത്. പക്ഷേ അവിടെ ഇതൊരിക്കലും വിശ്വാസയോഗ്യമല്ലാത്തതല്ല. കൃത്യമായ കണക്കുകൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കണം. ഒപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇന്ത്യയിൽ കേരള പരിസരത്ത് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് പിടികിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു ഹിന്ദി ഹൃദയഭൂമിയിലേക്കൊക്കെ പോയാലാണ് അവിടെയുള്ള കുടുംബ സംവിധാനങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു, അവിടെയുള്ള ഉപജീവനം എങ്ങനെ നിലനിൽക്കുന്നു, അവിടെയുള്ള കുട്ടികൾ എങ്ങനെ വളരുന്നു എന്നെല്ലാം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ കണക്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് 1 ഉത്തർപ്രദേശാണ്, 2 മഹാരാഷ്ട്രയാണ്, 3 ബീഹാറാണ്, വെസ്റ്റ് ബംഗാളൊക്കെയാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള ആളുകളുടെ ഉപജീവന മാർഗവും അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ സാമൂഹികമായ ക്രമമൊക്കെ ആലോചിക്കുന്നിടത്താണ് നമുക്ക് വലിയ ആശങ്കകൾ ഇവിടെ വരുന്നതെന്നുള്ളതാണ്. ഒന്നാമതായി ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ഇപ്പോഴുള്ള കണക്കല്ല. ചൈൽഡ് റൈറ്റ്സ് ഫോർ യു എന്ന് പറയുന്ന ക്രൈ എന്ന ഒരു ഇന്ത്യൻ സംഘടനയുണ്ട്. അവർ ഈ പറയുന്ന പോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം NGO ആണ്. ക്രൈ 2008 ഈ പറയുന്ന മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. 2008. അപ്പോൾ ഏകദേശം ഒരു 17 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട അസ്വസ്ഥത എന്ന് പറയുന്നത് 2008 തന്നെ ഇതേപോലെയുള്ള വലിയ അളവിലുള്ള ഈ മിസ്സിംഗ് കേസുകൾ കണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ പോയാൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള നിയമങ്ങളൊന്നും അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. എന്നാൽ 2008 നിന്നും ഇന്ന് 2022 കണക്ക് ഏറ്റവും അവസാനം നമ്മൾ നോക്കുമ്പോൾ 1000% കുട്ടികളെ മിസ്സിങ്ങിലെ വർധനവ്. 1000%. അവിടെ അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു വിഷയം ചർച്ചക്കെടുത്തപ്പോൾ സുപ്രീം കോടതിയിലെ BV നാഗരത്ന, R മഹാദേവൻ 2 ജസ്റ്റിസുമാരാണ് ഈ വിഷയത്തിൽ ഒരു ഹോം മിനിസ്ട്രിയോട് ഇതിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്താനും അതിനോടുള്ള അന്വേഷണം നടത്താനും പറഞ്ഞത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് കണക്ഷൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പൂർണ്ണമായ കോർഡിനേഷനിലൂടെ ഇതിൻ്റെ പരിഹാരം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ ഈ കണക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മറ്റ് ചില വസ്തുതകൾ, ഇത് കേവലം ഒരു ഹ്യൂമൻ മിസ്സിംഗ് ആയി മാത്രം എടുക്കാൻ പറ്റില്ല. കൂടെ വന്നൊരു വാക്കുണ്ട്, അത് ട്രാഫിക്കിംഗ് എന്നാണ്. ട്രാഫിക്കിംഗ് എന്ന് അങ്ങനെ ചെറിയൊരു പദമല്ല. നമുക്ക് ചരിത്രത്തിൽ ഇങ്ങോളം ഒരുപാട് ട്രാഫിക്കിംഗ് ചരിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വേൾഡ് വാറിൻ്റെ ചരിത്രം വായിക്കുന്നിടത്ത് ലോകമഹായുദ്ധങ്ങളിൽ വലിയ രീതിയിലുള്ള മനുഷ്യക്കടത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തിനുള്ളതാണ് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ കൃത്യമായ ഒരു മെയിൽ ഫീമെയിൽ ജെൻഡർ പ്രൊപ്പോർഷൻ, അവരുടെ പ്രായമൊക്കെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ഈ 2023 കണക്ക് പ്രകാരം 64% ഫീമെയിൽസാണ്, 64% സ്ത്രീകളാണ്, വെറും 36% പുരുഷന്മാർ മിസ്സിംഗ് ഉള്ളത്. രണ്ടും കുറവല്ലെങ്കിലും അതിലൊരു കണക്ക് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന 8.68 ലക്ഷം മിസ്സിംഗ് കേസുകളിൽ വെറും 4.6 ലക്ഷം കേസുകൾ മാത്രമാണ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ, ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ തന്നെയും ഈ പറഞ്ഞ മൊത്തം കണക്കിലെ ഏകദേശം 12 വയസ്സിന് താഴെ ആണ് മിക്കവാറും പെൺകുട്ടികളുള്ളത്.
12 വയസ്സിന് താഴെ പകുതിയും പെൺകുട്ടികളാണെന്നാണ് ഈ കണക്ക് പറയുന്നത്. പെൺകുട്ടികൾ 12 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കളിച്ച് വളരുന്ന ഒരു പ്രായത്തിലാണ് അവർ മിസ്സിങ് ആവുന്നത്. ഇനി 12 മുതൽ 16 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അതിൽ 3.25% 3/4% ഗേൾസാണ്, പെൺകുട്ടികളാണ്. 16 മുതൽ 18 വയസ്സ് വരെയുള്ളതിൽ 4/5% പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്തുകൊണ്ടാണ് ജെൻഡർ പ്രപ്പോർഷനിൽ പോകുന്നത് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. റൂറൽ ഈ പറഞ്ഞ ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം ആളുകളെ കടത്തിക്കൊണ്ടുപോയി നഗരപ്രദേശങ്ങളിൽ അവരെ ലൈംഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ റാക്കറ്റ് ഇന്ത്യയിൽ വർത്തിക്കുന്നുണ്ട് എന്നത്. ഇത് നമ്മളിപ്പോൾ നിർഭയ കേസിൻ്റെയൊക്കെ സമയത്താണ് ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. സ്ത്രീകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നഗര കേന്ദ്രങ്ങളിൽ തന്നെ സ്ത്രീകൾ വിൽക്കപ്പെടുന്നു എന്ന ചർച്ചകളൊക്കെ അന്ന് വളരെ ധാരാളമായി നടന്നിരുന്നു. പക്ഷേ ഇന്ന് നമ്മളത് ചർച്ച ചെയ്യാതിരിക്കാനുള്ളൊരു കാരണമായി മനസ്സിലാക്കുന്നത്, പൊതുവിൽ നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് NDA ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത്തരം മനുഷ്യരുമായി നേർക്കുനേരെയുള്ള ബന്ധപ്പെടുന്ന കണക്കുകളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും വലിയ പരിഗണന രാജ്യാന്തരമായി ലഭിക്കുന്നില്ല. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും? ഇവിടെ ഇത്തരം ആളുകൾ വിഷം തുപ്പുന്ന വർഗീയതയെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്ന ആളുകളൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യനുമായി നേർക്കുനേരെയുള്ള വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ വായിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾ സ്വയം പുറത്ത് ചാടി പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും കുട്ടികളെ പിടിച്ചുകൊണ്ടുപോലും മാത്രമല്ല, അബ്ഡക്ഷൻ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ സ്വയം അവർ വീട് ഇറങ്ങുന്ന അവസ്ഥകളുണ്ടെന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞ ഇന്ത്യയുടെ മൊത്തം സാമൂഹിക സംവിധാനങ്ങളിലെ കുടുംബത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ചേർത്ത് വായിക്കൊണ്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം പോലത്തെ ഇടങ്ങളിലൊക്കെ നമ്മളിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണ്, ദേവപ്രിയ എന്നാണല്ലോ കുട്ടിയുടെ പേര്, ദേവപ്രിയ മിസ്സിംഗ് കേസ് കേരളം മൊത്തം ചർച്ച ചെയ്തൊരു കേസായിരുന്നു അത്. കാരണം കേരളം പറയുന്നത് ഈ കുടുംബ സംവിധാനത്തെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്നൊരു സംവിധാനം ഒരു സംസ്ഥാനമായതുകൊണ്ടാണ് ചെറിയ കേസുകൾ പോലും നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ബാലവേലയ്ക്ക് വേണ്ടിയും ഈ ജോലിയാർത്ഥമൊക്കെ കുട്ടികൾ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഒരു പദ്ധതി ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ പേര് ഓപ്പറേഷൻ ആഹത്ത് എന്നാണ്, ഓപ്പറേഷൻ ആഹത്ത്. അതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെ ഓപ്പറേഷൻ സ്മൈൽ, ഓപ്പറേഷൻ മുസ്കാൻ എന്നൊക്കെ പറഞ്ഞ പദ്ധതികൾ കണ്ടു. അപ്പോൾ ഈ റെയിൽവേ പറയുന്ന ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ ട്രെയിനുകളിലൊക്കെ ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർ നിർബന്ധിതമായും റെയിൽവേ പോലീസ് കൃത്യമായി കാരണം അന്വേഷിച്ച് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ നമ്മൾ കേരള ഭൂമിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ രൂപത്തിലുള്ളൊരു കുടുംബ സംവിധാനത്തിൻ്റെ തകർച്ചയുണ്ട്. ആ തകർച്ചയുടെ ഭാഗമായി സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാത്രമാണ് നമുക്കിത് കാണാൻ സാധിക്കുക. ഇതിന് പൂർണ്ണമായ കുറേ ഡാറ്റകൾ പുറത്ത് വരാനുണ്ട്. ഇപ്പോഴും നമുക്കതിൽ കുറേ അഭ്യൂഹങ്ങളും കുറേ കോൺസ്പിറസികളൊക്കെയാണ് നിലവിലുള്ളത്. പൂർണ്ണമായിട്ട് എന്തെല്ലാമാണ് റീസൺ എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ ഇനിയും പുറത്ത് വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട്. മാത്രവുമല്ല പുറത്തു വരുന്ന കണക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യത്വം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. മനുഷ്യന് ഒരു വലിയ വില കൽപ്പിക്കാതെ മനുഷ്യനേക്കാളും പശു, അതേപോലെ മറ്റു മൃഗങ്ങളൊക്കെ മുന്നിൽ വെച്ച്, അതുപോലെ ഇപ്പോൾ നമുക്കറിയാം തെരുവ് നായ്ക്കളെ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നിരന്തരമായിട്ട് അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എന്നിട്ടും പ്രകൃതിവാദികളായ ആളുകൾ മനുഷ്യരല്ല വലുത്, ഇതേപോലെയുള്ള സംവിധാനങ്ങളാണ് വലുത് എന്ന രൂപത്തിലാണ് ജനങ്ങളെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ ഷംജാസ് പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഇന്ത്യയിൽ 8 മിനിറ്റിൽ ഒരു കുട്ടി മിസ്സാകുന്നുണ്ടെന്നാണ്. ഏകദേശം 200 ഒരു ദിവസം 200 കുട്ടികൾ മിസ്സായി പോകുന്നുണ്ട്. ഇത് ശരിക്കും കേരളത്തിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സാമൂഹ്യപരമായ കുടുംബപരമായ ഒരു പശ്ചാത്തലത്തെ കൃത്യമായൊരു പഠനത്തിന് വിധേയമാക്കി ശരിക്കും ഒരു കുടുംബ സംവിധാനത്തെ ആ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് ശരിക്കും ഇതിലുണ്ടാവേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതിലെ കുറേ കാരണങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിച്ചു. അതിലിപ്പോൾ ഇപ്പോൾ മനുഷ്യക്കടത്താണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ലൈംഗിക അബ്യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒന്ന്. അതേപോലെ തന്നെ അമിതമായി ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ വീട് വിട്ടുപോകാനുള്ള കാരണം വീട്ടിലെ പീഡനങ്ങൾ, അതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കാരണമായിട്ട് കുട്ടിക്ക് ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാകുന്നു, അവൻ പോകുന്നു. വേറെ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. നഗരങ്ങളോട് ചില പട്ടണങ്ങളോടുള്ള ഒരു ആകർഷണീയത ഉണ്ടാകുന്നു. ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന കുട്ടികളുണ്ടാകുന്നു. അതേപോലെ തന്നെയാണ് ഈ ഭിക്ഷാടന മാഫിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു.
അവയവ മാഫിയകൾ തട്ടിക്കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ മിസ്സാവാനുള്ള കാരണമുണ്ട് എന്നത് ശരിക്കും വ്യക്തമാണ്. അതെല്ലാവർക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും സർക്കാർ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഓപ്പറേഷൻ സ്മൈൽ, മസ്കാനൊക്കെ പറഞ്ഞല്ലോ, ശരിക്കും അങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു അവബോധം ജനങ്ങൾക്ക് നൽകാൻ നിർബന്ധമാണത്. ഇപ്പോൾ ചൈൽഡ് ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനം എത്രമാത്രം ക്രിയാത്മകമാണ് എന്ന് ചിന്തിക്കാൻ സമൂഹം തയ്യാറാവണം. ഇപ്പോൾ ഈ ആവശ്യങ്ങൾക്ക് ഇടപെടുന്നതിന് പകരം അനാവശ്യങ്ങളിലാണ് ഇടപെടുന്നത്. ശരിക്ക് ഈ കുട്ടികളെ നന്നായി കെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന അധ്യാപകരും അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുമൊക്കെയാണ് കാര്യമായിട്ട് ചൈൽഡ് ലൈന് ശ്രദ്ധിക്കുന്നത്. മറ്റുള്ള കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ളൊരു സംവിധാനം നമ്മളെ ഭാഗത്തില്ല. കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നവരെയൊക്കെ വഴിയോരങ്ങളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങളടക്കം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ പരമാവധി പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ലഹരി ഈ കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള മാഫിയകൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അത് ചില സ്കൂളുകൾ മാർക്കറ്റാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുമ്പോൾ ശരിക്കും സുപ്രീം കോടതിയുടെ ഈ മിസ്സിങ് കാര്യങ്ങൾ അത് അതീവ ഗൗരവമുള്ളതാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ അത് കുറവാണെങ്കിൽ ഇത് കൂടുതലാണ് എന്ന ചിന്തയെങ്കിലും നമുക്ക് വേണം. അതിൽ കുട്ടികളെ സുരക്ഷ ഒരുക്കാൻ വേണ്ടി പ്രത്യേകമായ സംവിധാനം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് സൂചിപ്പിക്കാനുള്ള കാര്യമുള്ളത്. ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത കേസുകളാണ്. ഇന്ത്യയിൽ പൊതുവിൽ നമ്മൾ വായിക്കേണ്ട ഒരു വസ്തുത കൂടിയാണത്. ഇന്ത്യയിൽ കേസുകളിലേക്കോ കോടതികളിലേക്കോ ഒരു പോലീസ് സ്റ്റേഷനിലേക്കെങ്കിലും എത്തുന്ന ആളുകൾ ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾ മാത്രമാണ്. അതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഇന്ത്യയുടെ ഒരു ലോവർ മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ദലിത് വിഭാഗങ്ങൾ, ആദിവാസി ട്രൈബൽ വിഭാഗങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഇതിൻ്റെ കണക്കുകൾ ഇന്നും പുറത്തു വന്നിട്ടില്ല. എനിക്കൊക്കെ നേർക്കുനേരെ അറിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഈ പറഞ്ഞ അട്ടപ്പാടി പ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി ഇതിനേക്കാൾ മോശമാണ്. ഞാൻ അവരുടെ ഒരു സാമൂഹിക സ്ഥിതിയല്ല പറഞ്ഞു, മറിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ട്രേസിങ് അല്ലെങ്കിൽ ഇത് ഗവൺമെൻറ്റുമായി കൃത്യമായി സംസാരിക്കുന്ന ഒരു സംവേദനം നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിലെ കണക്കുകൾ ഞാനതിൽ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, കേരളത്തിൽ ഇത് ഇത്ര കുറവൊന്നുമല്ല. കേരളത്തിൽ ഏകദേശം ഒരു 2016 മുതൽ 23 വരെയുള്ള കണക്ക് പ്രകാരം 80,000 മിസ്സിംഗ് കേസുകളുണ്ട്. കേരളത്തിൻ്റെ ഒരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 80% കേസുകൾ നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിസ്സിംഗ് കേസാണെങ്കിലും അത് ട്രേസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. ഇത് ട്രേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് സാധിക്കുമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അത് സാധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ കണക്കുകളും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 3 വിഷയങ്ങൾ പരിശോധിക്കുമ്പോഴും ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഈ വിഷയത്തിലൊക്കെ മുൻപിൽ നിൽക്കുന്നത് ആരാണ്? ഉത്തർപ്രദേശ് പോലത്തെ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളെയാണ് ഇന്ത്യയുടെ വികസിത് ഭാരതിൻ്റെ 2047 ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായി ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് എത്ര വലിയ കോൺട്രഡിക്ഷനാണ് എന്ന് സ്വയം വിലയിരുത്താൻ നമ്മുടെ നാട്ടിലെങ്കിലും ഈ പറഞ്ഞ തീവ്ര വലതുപക്ഷക്കാർക്ക് സാധിക്കുമെങ്കിൽ അതായിരിക്കും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഒരു സാമൂഹിക പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിനെ സർക്കാരും അനുബന്ധ സംവിധാനങ്ങളുമെല്ലാം പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് നേരിടേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.